ടു ദ ഇംഗ്ലീഷ് എക്കോ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ബർഡിനൻഡ് റസൽ എഴുതിയിട്ടുള്ള ദ തിയോളജിയൻസ് നൈറ്റ് മെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സറ്റയറിക്കലായിട്ടുള്ള സ്റ്റോറിയാണ്. എന്താണ് സറ്റയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആക്ഷേപഹാസ്യ രൂപേണ എഴുതിയിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണ് ദ തിയോളജിയൻസ് നൈറ്റ് മെയർ. ആരാണ് ഈ തിയോളജിയൻ എന്ന് പറയുന്നത്? എ പേഴ്സൺ ഹു സ്റ്റഡീസ് അബൌട്ട് ദ റിലീജിയസ് ബിലീഫ് ആൻഡ് ഡിവൈൻ മാറ്റേഴ്സ്. ദൈവത്തെ പറ്റിയിട്ടും അല്ലെങ്കിൽ മതപരമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ പഠിക്കുന്ന ആളെയാണ് തിയോളജിയൻ എന്ന് പറയുന്നത്. അദ്ദേഹം കണ്ടിട്ടുള്ള ഒരു ദുസ്വപ്നത്തിൻ്റെ കഥയാണ് ബർഡിനൻഡ് റസൽ നമുക്ക് ഇവിടെ പറഞ്ഞു തരുന്നത്. ബർഡിനൻഡ് റസൽ 1872 ജനിച്ച് 1970 മരണപ്പെട്ടിട്ടുള്ള ഒരു ബ്രിട്ടീഷ് തത്വചിന്തകനാണ്. അതുപോലെ ഒരു മാത്തമാറ്റീഷ്യനാണ്. അതിലുപരി അദ്ദേഹം ഒരു എഴുത്തുകാരൻ കൂടിയായിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു യുക്തിബോധമുള്ള ഒരു ചിന്തയും അതുപോലെ തന്നെ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡും അതുപോലെ തന്നെ അദ്ദേഹം കൂടുതലായിട്ടും ക്രിട്ടിസൈസ് ചെയ്തിരുന്നത് അല്ലെങ്കിൽ വിമർശിച്ചിരുന്നത് ആളുകളുടെ വിശ്വാസങ്ങളെയും ഡോഗ്മേനെയും അന്ധവിശ്വാസങ്ങളെയും ഒക്കെ ആണ്. റസലിൻ്റെ എഴുത്തുകളിൽ അധികവും അദ്ദേഹം പറഞ്ഞിരുന്നത് നമ്മൾ മനുഷ്യന്മാരായിട്ടുള്ള വ്യക്തികൾ ഭയങ്കരമായിട്ട് നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതായത് ഈ യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര വാസ്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ആ യൂണിവേഴ്സിൽ മനുഷ്യൻ എന്ന് പറയുന്നത് കുഞ്ഞൊരു കാര്യമാണ്. പക്ഷേ നമ്മൾ മനുഷ്യന്മാരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ എർത്തിൽ ജീവിക്കുന്ന ആളുകൾ ഭയങ്കരമായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് എന്നും നമ്മളാണ് ഈ ഒരു ലോകത്തിലെ ഏറ്റവും വലിയ ആളുകളെന്നും വിശ്വസിക്കുന്ന ആൾക്കാരാണ് മനുഷ്യന്മാരെന്ന് പറയുന്നത്. പക്ഷേ അതെന്താണ്? അത് കംപ്ലീറ്റ് ആയിട്ടും അറഗൻസ് കാരണം, അറിവില്ലായ്മ കാരണമാണ് എന്നും നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാറില്ല, സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളെ വിശ്വസിക്കാറില്ല എന്നും നമ്മളെപ്പോഴും നമ്മുടെ വിശ്വാസങ്ങളെയാണ് മുറുകി പിടിച്ചിരിക്കുന്നതുമാണ് അദ്ദേഹം അധികവും അദ്ദേഹത്തിൻ്റെ കൃതികളിൽ എഴുതാറുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു കഥ ഇതൊരു ചെറിയ ആക്ഷേപഹാസ്യ രൂപേണ എഴുതിയിട്ടുള്ളൊരു കഥയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കഥകളിൽ ഹ്യൂമർ ഉപയോഗിക്കാറുണ്ട്, ഇമാജിനേഷൻസ് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു റിലീജിയസ് ആയിട്ടുള്ള മതപരമായിട്ടുള്ള അറിവില്ലായ്മകളെ ചോദ്യം ചെയ്യാറുമുണ്ട്. അപ്പം ഈ ഒരു കഥ നമ്മുടെ തിയോളജിയൻ എന്ത് ചെയ്യുന്നതാണ്? അദ്ദേഹത്തിൻ്റെ ഡ്രീമാണ്, അദ്ദേഹത്തിൻ്റെ സ്വപ്നമാണ്. ഈ ഒരു സ്വപ്നത്തിൽ നിന്നും അദ്ദേഹം മനസ്സിലാക്കുന്നത് ഈ ഒരു ലോകം എന്ന് പറയുന്നത് അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര വാസ്റ്റായിട്ടുള്ള കാര്യമാണ് എന്നും ഹ്യൂമൻ ബീയിങ്സ് എന്താണ് ഇൻസിഗ്നിഫിക്കൻ്റ് ആണ് എന്നുള്ള ആ ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് നമ്മുടെ ഈ ഒരു കഥയിലുള്ള കഥാപാത്രം മനസ്സിലാക്കി എടുക്കുന്നത്. സോ മൂവിങ് ടു ദ സമ്മറി, തിയോളജിയൻസ് നൈറ്റ് മെയർ എന്ന് പറയുന്ന ഈ ഒരു കഥ നമ്മുടെ മനുഷ്യന്മാരുടെ പ്രൈഡിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ മതപരമായിട്ടുള്ള റിലീജിയസ് ആയിട്ടുള്ള അറിവില്ലായ്മനെ പറ്റിയിട്ടും മനുഷ്യന്മാരുടെ തെറ്റായിട്ടുള്ള വിശ്വാസങ്ങളെയും ഒക്കെ ചോദ്യം ചെയ്യുന്ന കഥയാണിത്. ഈ ഒരു കഥയിലെ നായകൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രൊട്ടഗോണിസ്റ്റ് എന്ന് പറയുന്നത് ഫേമസ് ആയിട്ടുള്ള ഒരു തിയോളജിയനാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് ഡോക്ടർ താഡിയസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു സ്വപ്നത്തിൽ അദ്ദേഹം സ്വപ്നം കാണാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അദ്ദേഹം ഒരു ദുസ്വപ്നമാണ് കാണുന്നത്. അദ്ദേഹം മരിക്കുന്നതായിട്ട് കാണുകയും അദ്ദേഹം എങ്ങോട്ട് പോവുകയാണ്, ഭയങ്കര ആത്മധൈര്യത്തോട് കൂടിയിട്ട് സ്വർഗത്തിലേക്ക് പോവുകയും ചെയ്യുകയാണ് ആദ്യം. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഡൗട്ടും ഉണ്ടായിരുന്നില്ല സ്വർഗത്തിൻ്റെ വാതിൽ അദ്ദേഹത്തിനായിട്ട് തുറക്കപ്പെടില്ല എന്നുള്ള കാര്യം. കാരണം അദ്ദേഹത്തിൻ്റെ ലൈഫ് മുഴുവൻ അദ്ദേഹം ചെലവഴിച്ചിട്ടുള്ളത് ദൈവത്തിനെ സർവീസ് ചെയ്യാനും അതുപോലെ തന്നെ എന്താണ് മതം എന്ന് പഠിപ്പിക്കാനും ആ ഒരു ദൈവികമായിട്ടുള്ള ചൈതന്യം ബാക്കി ആളുകളിലേക്ക് എത്തിക്കാനൊക്കെ വേണ്ടിയിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവത്തിന് വേണ്ടി വർക്ക് ചെയ്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു ഒരിക്കലും എന്നെ ഹെവനിൽ കയറ്റാതിരിക്കില്ല എന്നുള്ള കാര്യം. അങ്ങനെ അദ്ദേഹം ഹെവൻ്റെ മുന്നിലെത്തുന്നു. ഹെവൻ്റെ മുന്നിൽ ഒരു ജാനിറ്റർ ഉണ്ട്. ജാനിറ്റർ എന്ന് പറഞ്ഞാൽ കെയർ ടേക്കർ ആയിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്. അപ്പം കെയർ ടേക്കർ ചോദിക്കുവാണ് ആരാണ് എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ താഡിയസ് പറയുകയാണ്, ഞാൻ മാനാണ്, മനുഷ്യനാണ്, എർത്തിൽ നിന്നാണ് വരുന്നത് എന്നൊക്കെ പറയുകയാണ്. പക്ഷേ നമ്മുടെ ജാനിറ്റർ പറയുകയാണ്, ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു ആൾക്കാരെ പറ്റി കേട്ടിട്ടില്ല, മാൻ എന്ന് പറയുന്ന ഒരു കാര്യത്തെപ്പറ്റി കേട്ടിട്ടില്ല എന്ന് ജാനിറ്റർ പറയുന്ന സമയത്ത് ഡോക്ടർ താഡിയസ് ഭയങ്കരമായിട്ട് ഷോക്കാവുകയാണ് ചെയ്യുന്നത്. കാരണം അദ്ദേഹം വിശ്വസിച്ചിട്ടുള്ളത് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സുപ്രീം ആയിട്ടുള്ള ക്രിയേഷനാണ് ഹ്യൂമൻ ബീയിങ്സ് എന്നും അതായത് മനുഷ്യന്മാരെന്നും അതുപോലെ തന്നെ ഈ ഒരു യൂണിവേഴ്സിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഈ ഒരു മനുഷ്യന്മാരായിട്ടുള്ള നമ്മളാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഡോക്ടർ താഡിയസ് വിശ്വസിച്ചിരുന്നത്. പക്ഷേ ഈ ജാനിറ്റർ ആയിട്ടുള്ള വ്യക്തി മനുഷ്യൻ എന്ന് പറയുന്ന ആളുകളെ കേട്ടിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹം ഒന്ന് ഷോക്കാവുകയാണ് ചെയ്യുന്നത്.
അപ്പം ജാനിറ്റർ പറയുകയാണ്, ഒരു കാര്യം ചെയ്യാം, ഇവിടെ ലൈബ്രറിയൻ ഉണ്ട്, അദ്ദേഹത്തോട്, ഈ ലൈബ്രറിയൻ എങ്ങനെയുള്ള ആളാണ് കാണാനായിട്ട്, അദ്ദേഹം ഒരു ഡൊഡക്കാഹെഡ്രോൺ ആണ്, അതായത് 12 ഫ്ലാറ്റ് ഫേസസ് ഉള്ള ഒരു രൂപമാണ് ഈ ഒരു ലൈബ്രറിയന് ഉള്ളത്. അതുപോലെ തന്നെ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു ബീയിങ് കൂടിയാണ്, ഒരുപാട് കണ്ണുകളൊക്കെ ആയിട്ടുള്ള ഒരു കോസ്മിക് ആയിട്ടുള്ള ഒരു ബീയിങ് ആണ് ഈ ലൈബ്രറിയൻ. അപ്പം ഇയാൾ പറയാണ്, പിന്നെ ലൈബ്രറിയനെ കണ്ടാൽ മതി, ലൈബ്രറിയൻ എന്ത് ചെയ്യും, ഈ ഒരു ഇൻഫർമേഷനൊക്കെ തപ്പി കണ്ടുപിടിച്ച് തരും എന്ന് പറയാണ്. അങ്ങനെ ഇദ്ദേഹം ലൈബ്രറിയനോട് സംസാരിക്കുകയാണ്. അപ്പോൾ ലൈബ്രറിയൻ ചോദിക്കണോ ആരാണ് എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് ഇദ്ദേഹം പറയുകയാണ്, ഞാൻ ഹ്യൂമൻ ബീയിങ് ആണ്, അല്ലെങ്കിൽ ഞാൻ വരുന്നത് എവിടെ നിന്നാണ്, എർത്തിൽ നിന്നാണ് എന്ന് പറയുകയാണ്. പക്ഷേ നമ്മുടെ ലൈബ്രറിയനും ഇങ്ങനെ ഹ്യൂമൻ ബീയിങ്ങിനെ പറ്റിയിട്ടോ എർത്തിനെ പറ്റിയിട്ടോ ഇതിനു മുന്നേ കേട്ടിട്ടില്ലായിരുന്നു. അപ്പം ലൈബ്രറിയൻ എന്ത് ചെയ്യാണ്, വീണ്ടും ചോദിക്കുകയാണ്, എന്താണ് ഈ എർത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് ചോദിക്കുകയാണ്. അപ്പം നമ്മുടെ താഡിയസ് പറയുകയാണ്, എർത്ത് എന്ന് പറയുന്നത് സൗരയൂഥത്തിൻ്റെ, അതായത് സോളാർ സിസ്റ്റത്തിൻ്റെ ഒരു പാർട്ടായിട്ടുള്ള ഒരു ഭാഗമാണ്, ഞങ്ങൾ മിൽക്കി വേ ഗാലക്സിയിൽ വരുന്ന ആൾക്കാരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടർ താഡിയസ് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം ഇയാൾ, അതായത് ഈ ലൈബ്രറിയൻ ഇതുവരെ സോളാർ സിസ്റ്റത്തെ പറ്റിയിട്ടോ മിൽക്കി വേ ഗാലക്സീനെ പറ്റിയിട്ടോ കേൾക്കാത്ത ഒരു വ്യക്തിയാണ്. അപ്പം കാരണം ഇദ്ദേഹം കേൾക്കാത്ത കാരണം എന്ന് പറയുന്നത്, നമ്മുടെ ഈ ഒരു കോസ്മിക് സിസ്റ്റത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു ലോകം എന്ന് പറയുന്ന ഈ ഒരു പ്രപഞ്ചത്തിൽ ഒരുപാട് മില്യൺസ് ഓഫ് ഗാലക്സീസ് ഉണ്ട്, അത്രയും ഗാലക്സികളുണ്ട്. അതിൻ്റെ അകത്ത് ഈ മിൽക്കി വേ ഗാലക്സിയും സോളാർ സിസ്റ്റവും എർത്തും മനുഷ്യനൊന്നും ആര് കേട്ടിട്ടില്ല, നമ്മുടെ ലൈബ്രറിയൻ കേട്ടിട്ടില്ല. അപ്പം ലൈബ്രറിയൻ പറയും, ഒരു കാര്യം ചെയ്യാം, ചിലപ്പം എനിക്കറിവില്ലാത്തത് കൊണ്ടായിരിക്കാം, നമുക്ക് എന്ത് ചെയ്യാം, ഒരു സബ് ലൈബ്രറിയൻ ഉണ്ട് ഇവിടെ, എൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരാളുണ്ട്, അയാൾ ഗലാക്റ്റിക് ക്ലർക്കാണ്. അയാൾ എങ്ങനെയാണ് കാണാനായിട്ട്, അയാൾ ഒരു ഒക്ടാഹെഡ്രോൺ ആണ്, 8 ഫ്ലാറ്റ് ഫേസസ് ഉള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിനോട് നമുക്ക് ചോദിക്കാം എന്താണ് ഈ എർത്തെന്നും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനോട് നമുക്ക് ചോദിക്കാമെന്ന് പറയുകയാണ്. അങ്ങനെ ആ ഒരു സബ് ലൈബ്രറിയനെ വിളിക്കുന്നു. സബ് ലൈബ്രറിയനോട് ചോദിക്കുവാണ്, എന്താണ് നിങ്ങൾക്ക് എർത്തിനെ പറ്റി പറയാനുള്ളതെന്ന് ചോദിക്കുന്ന സമയത്ത് സബ് ലൈബ്രറിയനും സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിക്കുന്നത്. അറിയില്ലല്ലോ എന്താണ് ഈ ഒരു മിൽക്കി വേ ഗാലക്സി എന്നും സോളാർ സിസ്റ്റം എന്നും അറിയില്ല, ഞാൻ വേണമെങ്കിൽ നോക്കിയിട്ട് പറഞ്ഞു തരാം എന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മുടെ സബ് ലൈബ്രറിയൻ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഈ ഒരു റെക്കോർഡ്സ് ഒക്കെ ആയിട്ട് വരികയാണ്, എന്താണ് ഈ മിൽക്കി വേ ഗാലക്സി, എന്താണ് സോളാർ സിസ്റ്റം എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്. അപ്പം പറയുകയാണ്, ഈ സബ് ലൈബ്രറിയൻ പറയുകയാണ്, എന്താണ് ഈ ഒരു സൂര്യന് ചുറ്റും, സൺ എന്ന് പറയുന്ന സ്റ്റാറിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പ്ലാനറ്റ്സ് ഉണ്ട്. ആ ഒരു പ്ലാനറ്റ്സിലെ ഒരു പ്ലാനറ്റാണ് എർത്ത് എന്ന് പറയുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ചോദിക്കുകയാണ്, ഈ സൺ എന്ന് പറയുന്നത് ഭയങ്കര എന്താണ് ഓർഡിനറി ആയിട്ടുള്ളൊരു സ്റ്റാറാണ്. നമ്മുടെ ഈ ഒരു കോസ്മിക് സിസ്റ്റത്തിൽ ഒരുപാട് ഇതിലേക്കാളും വലിയ സ്റ്റാറുകളുണ്ട്. പിന്നെ എന്തിനാണ് ഈ ഒരു കുഞ്ഞു സ്റ്റാറിനെ നമ്മൾ ഓർത്ത് വെക്കേണ്ടത് എന്നാണ് സബ് ലൈബ്രറിയൻ ചോദിക്കുന്നത്. അപ്പം ഇദ്ദേഹം പറയുകയാണ്, എർത്ത് ഈസ് ഐഡൻറ്റിഫൈഡ് ആസ് എ സ്മോൾ പ്ലാനറ്റ് വിത്ത് പാരസൈറ്റ്സ് ലിവിങ് ഓൺ ഇറ്റ്. അതായത് എർത്ത് എന്ന് പറയുന്ന കാര്യം സണ്ണിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറിയൊരു പ്ലാനറ്റാണ്. അതിൻ്റെ ഉള്ളിൽ പാരസൈറ്റ്സ് ആയിട്ട് കുറേ ആളുകൾ ജീവിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റൊരു സാധനത്തിനെ ഊറ്റി ജീവിക്കുന്ന ആളുകൾ എന്നാണ് പാരസൈറ്റിൻ്റെ അർത്ഥം. അപ്പം മനുഷ്യന്മാരായിട്ടുള്ള ആളുകളെയാണ് ഇവിടെ പാരസൈറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നത്, കമ്പയർ ചെയ്യുന്നത്. അപ്പം ഡോക്ടർ താഡിയസ് കംപ്ലീറ്റ് ആയിട്ടും എന്താ പറയുക, ഭയങ്കരമായിട്ട് വിഷമിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അദ്ദേഹം ഭയങ്കര സംഭവമാണ് എന്ന് വിചാരിച്ചിരുന്ന മിൽക്കി വേ ഗാലക്സീനെ ഇവർക്കറിയില്ല, സോളാർ സിസ്റ്റത്തിനെ അറിയില്ല, അതുപോലെ സണ്ണിനെ അറിയില്ല, എർത്തിനെ അറിയില്ല, മനുഷ്യനെ അറിയില്ല. ഇതൊക്കെ കേട്ടപ്പോഴത്തേക്കും ഭയങ്കരമായിട്ടുള്ള സങ്കടം ആർക്ക് വരികയാണ്, ഡോക്ടർ താഡിയസിന് വരികയാണ്. And he felt that his entire life was wasted by worshipping a god who does not even notices human existence. അപ്പോൾ പുള്ളിക്കാരന് ഭയങ്കരമായിട്ടുള്ള വിഷമം വരികയാണ് ചെയ്യുന്നത്. കാരണം ദൈവം എന്ന് പറയുന്ന ആ ഒരു ആൾക്ക് മനുഷ്യൻ എന്താണെന്ന് അറിയാതെയാണോ ഞാൻ ഇത്രയും കാലം ദൈവത്തെ പറ്റിയിട്ട് ആളുകളോട് പറഞ്ഞുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ആ ദൈവത്തെ പൂജിച്ചുകൊണ്ടിരുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ആൻഡ് he realizes that humans are insignificant creatures living on a tiny planet in a vast, indifferent universe. Unable to accept the truth, he breaks down emotionally and loses his faith. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഈ ഒരു ദൈവത്തിലുള്ള വിശ്വാസം ഈ ഒരു കാര്യത്തോട് കൂടിയിട്ട് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം ഇദ്ദേഹം വിചാരിച്ചിരുന്നത് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ക്രിയേഷൻസാണ് മനുഷ്യന്മാരെന്നും, മനുഷ്യന്മാരാണ് ലോകത്തിലെ ഏറ്റവും
എന്താ പറയുക, ആളുകൾ അറിയപ്പെടേണ്ട ആളുകളെന്നുമാണ് ഇദ്ദേഹം വിശ്വസിച്ചിരുന്നത്. പക്ഷേ ഇത്രയും ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഈ ഒരു കുഞ്ഞി പ്ലാനറ്റിൽ ജീവിക്കുന്ന ഈ ഒരു മനുഷ്യൻ എന്ന് പറയുന്ന ഈ ഒരു കാര്യത്തിനെ ദൈവത്തിന് പോലും അറിയില്ലല്ലോ എന്നുള്ള ആ ഒരു ബോധം ആർക്കുണ്ടാവുകയാണ് ചെയ്യുന്നത്? നമ്മുടെ ഡോക്ടർ താഡിയസിന് ഉണ്ടാവുകയാണ്. അദ്ദേഹത്തിന് ദൈവത്തിലുള്ള എല്ലാ വിശ്വാസവും നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പം ജാനിറ്റർ പറയുകയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ അകത്തേക്ക് പോവാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, അതർ പ്ലേസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഹെല്ലിലേക്ക്, നരകത്തിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പോകാമെന്നാണ്. പക്ഷേ ഡോക്ടർ താഡിയസ് ഉടനെ തന്നെ ഈ ഒരു ദുസ്വപ്നത്തിൽ നിന്നും എണീറ്റ് ഇരുന്നിട്ട് പറയുകയാണ്, ഈ ഒരു സ്വർഗമെന്ന് വിചാരിച്ച കാര്യത്തിലെ ഇത്രയും കോംപ്ലിക്കേഷൻസ് ആണെങ്കിൽ നരകത്തിൽ എന്തായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇമാജിനേഷൻ ചെയ്യാൻ പറ്റുന്നതിലും ടെറിബിൾ ആയിരിക്കും ആ ഒരു ഹെല്ലെന്ന് പറയുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും അങ്ങോട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇയാൾ ദുസ്വപ്നത്തിൽ നിന്നും എണീക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇദ്ദേഹം ഈ ഒരു സയൻസ്, റീസൺ, അതെങ്കിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളെയും റീസണെയും വിശ്വസിക്കാൻ വേണ്ടി തുടങ്ങുന്നതും ആയിട്ടാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പം ഈ ഒരു കഥയിൽ ഉടനീളം ബർട്രാൻഡ് റസ്സൽ പറയാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് നമ്മുടെ അന്ധവിശ്വാസങ്ങളെ പറ്റിയിട്ടും അതുപോലെ തന്നെ മനുഷ്യൻ്റെ അറിവില്ലായ്മേനെ പറ്റിയിട്ടും ഒക്കെയാണ്. സോ അദ്ദേഹം പറയുന്നത്, ബർട്രാൻഡ് റസ്സൽ പറയുന്നത്, നമ്മൾ എന്ത് ചെയ്യണം, ഹ്യൂമിലിറ്റിയും അതുപോലെ തന്നെ യുക്തിബോധമായിട്ടുള്ള ചിന്തകളും ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു ഉൾക്കാഴ്ചയും ഒക്കെ നമുക്ക് ഉണ്ടാവണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിലെ അന്ധമായിട്ട് ബിലീവ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള വശങ്ങളെ പറ്റിയിട്ടും നമ്മുടെ സ്വന്തം യുക്തി ഉപയോഗിച്ചിട്ടും അതിനെ പറ്റി ചിന്തിച്ചു നോക്കണം എന്നുള്ള കാര്യം കൂടെ പറയുന്നുണ്ട്. സോ ഈ ഒരു കഥയിലെ തീം എന്ന് പറയുന്നത് നമ്മുടെ ക്രിട്ടിസൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ആദ്യം, അതായത് വിമർശിക്കുകയാണ് മനുഷ്യൻ്റെ അറിവില്ലായ്മേനെയും അതുപോലെ തന്നെ മതപരമായിട്ടുള്ള ആ ഒരു പ്രൈഡിനെയൊക്കെ വിമർശിക്കുന്നതായിട്ട് വേണ്ടി കാണാം. അതുപോലെ തന്നെ മനുഷ്യന്മാരെന്ന് പറയുന്ന ഈ ഒരു വാസ്റ്റ് യൂണിവേഴ്സിൽ ജീവിക്കുന്ന ഒരു കുഞ്ഞി ഉറുമ്പിൻ്റെ അത്രയുള്ള ഹ്യൂമൻ ബീയിങ്സിൻ്റെ ആ ഒരു ഇൻസിഗ്നിഫിക്കൻസിനെ ഈ ഒരു ചാപ്റ്ററിൽ കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിനെ സയൻറ്റിഫിക് ആയിട്ട് ആലോചിക്കാനും യുക്തിപൂർണമായിട്ട് എൻക്വയറി ചെയ്യാനും ഉള്ള ഒരു ഇമ്പോർട്ടൻസിനെ കാണിക്കുന്നു. പിന്നെ ഈ ഒരു കഥയിൽ സറ്റാറൈസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആക്ഷേപിക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു അന്ധവിശ്വാസങ്ങളെയും ആ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള വിശ്വാസങ്ങളെയുമാണ്. അതുപോലെ തന്നെ ഈ ഒരു ചാപ്റ്ററിൽ റിലീജിയനും സയൻസും തമ്മിലുള്ളൊരു ക്ലാഷും ഇദ്ദേഹം പറയുന്നുണ്ട്. സോ ബേസിക്കലി ഈ കഥ ഇത്രയേ ഉള്ളൂ. അതായത് ഇദ്ദേഹം ദൈവമാണ് അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി ജീവിച്ചിരുന്ന ഒരു വ്യക്തി ഹെവനാണ് എന്ന് കരുതി പോകുന്ന സ്ഥലത്തെ വ്യക്തികൾക്ക് പോലും മനുഷ്യൻ എന്താണ് എന്നോ എർത്ത് എന്താണ് എന്നോ മിൽക്കി വേ ഗാലക്സി എന്താണെന്നോ സോളാർ സിസ്റ്റം എന്താണെന്നോ അറിയില്ല. ഇവരിത് അറിഞ്ഞു വരുന്ന സമയത്ത് ഇവർ തന്നെ പറയുവാണ്, എന്ത്, ഭൂമി എന്ന് പറയുന്നത് ഭയങ്കര കുഞ്ഞായിട്ടുള്ള ഒരു സ്ഥലമാണെന്നും സൺ എന്ന് പറയുന്നത് ഒരു ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാർ ആണ് എന്നും അതിനേക്കാളും എത്രയോ മടങ്ങ് വലിയ സ്റ്റാറുകൾ നമ്മുടെ യൂണിവേഴ്സിൽ ഉണ്ട് എന്നും അതുപോലെ ഈ പാരസൈറ്റ് ആയിട്ടാണ് മനുഷ്യന്മാരെ എന്ത് ചെയ്യുന്നത്, ഉപമിക്കുകയും ഒക്കെ ചെയ്യുന്നത്. സോ ഇത് സയൻസും റിലീജിയനും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് കൂടി പറയുന്ന ഒരു കഥയാണ് ദ തിയോളജിയൻസ് നൈറ്റ് മെയർ എന്ന് പറയുന്നത്. സോ ഈ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ താങ്ക് യു.